എത്രയൊക്കെ മാധ്യമങ്ങൾ കൂടുതൽ വരുന്നത് നല്ലതാണ്. ഒരു പ്രശ്നത്തെ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ, കൂടുതൽ നോയ്സ് ഉണ്ടാക്കുമ്പോൾ ആ ശ്രദ്ധിക്കപ്പെടേണ്ടവരുടെ വേഗം എത്തും. അപ്പം മറ്റു മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ വരുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് സൊസൈറ്റിക്ക് നല്ലതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇതൊരു കോമ്പറ്റീഷനാണ്. ന്യൂസ് കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണല്ലോ. അൺഫോർച്യുനേറ്റ്ലി നമ്മളിന്ന് അങ്ങനെ കാണുന്നുണ്ട്, ഇതൊരു കോമ്പറ്റീഷനായിട്ട്. എന്തിനാണ് ന്യൂസ് കൊടുക്കുന്നതിൽ കോമ്പറ്റീഷൻ? നമ്മൾ 10 ചാനൽ കൊടുത്തിട്ടും ആൾക്കാർക്ക് തികയുന്നുണ്ടോ? ഒരു ചാനലുള്ള ദൂരദർശനിലെ അരമണിക്കൂർ ന്യൂസ് ബുള്ളറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ 10 ചാനലിൽ 24 മണിക്കൂർ വർക്ക് റൺ ചെയ്യുന്ന 3.5 കോടിയുള്ള ഈ നാട്ടിൽ നമ്മൾ ചെയ്യുന്നത്. കൂടാണ്ട് സോഷ്യൽ മീഡിയയിൽ, കൂടാണ്ട് 10-12 പത്രങ്ങളും, അല്ലേ? അപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ ചെയ്യുന്നത്, ഏതെങ്കിലും മാധ്യമം പൂട്ടിപ്പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1-2 മാധ്യമങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും. അത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാവും. വേറെ ഒരു മാധ്യമവും പൂട്ടിപ്പോയിട്ടില്ല. ഉണ്ടോ? കേരളത്തിൽ തുറന്ന ഒരു മാധ്യമവും പൂട്ടിപ്പോയിട്ടില്ല. പിന്നെ ഏറ്റവും നല്ല എന്നെപ്പറ്റി, ബിഗ് ടി വിനെ പറ്റി പറഞ്ഞ വേറൊരു രാഷ്ട്രീയ നേതാവിനെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, ബിഗ് ടി വി ബിഗ് സാലറി കൊടുക്കുന്ന ചാനലാണോ? ഞങ്ങൾ രണ്ടുപേരും, വിജയ് സാർ, ഞങ്ങൾ നല്ല സാലറി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് കൊടുക്കുന്നതാണ്. അത് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, ഞങ്ങൾക്കല്ല, ഇൻഡസ്ട്രിക്ക് താങ്ങാം. അത് പലരും കൊടുക്കാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ മാത്രമല്ല, ഞങ്ങൾ കാരണം മറ്റു സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾക്ക് സാലറി കൂടിയിട്ടുണ്ട്. അത് 10 സ്ഥാപനങ്ങളിൽ കൂടി മാത്രമല്ല, അത്രയും പേർക്കൂടെ ജോലി കിട്ടുകയും ചെയ്തു അഡീഷണലി. അപ്പം ഞങ്ങൾ വരുന്നത് നല്ലതല്ലേ?